നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാനൂരിനടുത്ത് പാറാട് CPM പ്രവർത്തകരെ കാപ്പ ചുമത്തി നാടുകടത്തി. ഒരു വർഷത്തേക്ക് നാടുകടത്തിയത് പാറാട് സ്വദേശികളായ കുഞ്ഞിപ്പറമ്പത്ത് സച്ചിൻ, പടിഞ്ഞാറയിൽ അനുവിൻ എന്നിവരെ. BMS നേതാവിന് വീട്ടിൽ കയറി അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 CPM പ്രവർത്തകർക്ക് തടവും പിഴയും. വിവിധ വകുപ്പുകൾ പ്രകാരം 14 വർഷം തടവിനും 2,55,000 രൂപ വീതം പിഴ അടയ്ക്കാനും വിധി. കനത്ത മഴയിൽ തലശ്ശേരി കൂത്തുപറമ്പ് മേഖലകളിൽ നാശം. പാതിരിയാട് സ്വകാര്യ വ്യക്തിയുടെ കൂറ്റൻ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. തലശ്ശേരിയിൽ ഫ്ളാറ്റിന്റെ മതിൽ ഇടിഞ്ഞു വീണു. സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന സാഹിത്യകാരൻ പന്ന്യന്നൂർ ഭാസിക്ക് കണ്ണീരോടെ വിട. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളെ നിരവധി പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാറാട് CPM പ്രവർത്തകരെ കാപ്പ ചുമത്തി നാടുകടത്തി. പാറാട് സ്വദേശികളായ കുഞ്ഞിപ്പറമ്പത്ത് സച്ചിൻ, പടിഞ്ഞാറയിൽ അനുവിൻ എന്നിവരെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് IPSന്റെ ഉത്തരവ് പ്രകാരം ജില്ലയിൽ നിന്ന് നാടുകടത്തിയത്. 1 വർഷത്തേക്കാണ് നടപടി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആഹ്ലാദ പ്രകടനത്തിനിടെ പാറാട് പ്രദേശത്തുണ്ടായ ആക്രമണ സംഭവം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇരുവരും പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. പ്രദേശത്ത് നിരന്തരം സമാധാന ലംഘനങ്ങൾക്കും ആക്രമണ സംഭവങ്ങൾക്കും നേതൃത്വം നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായും പോലീസ് വ്യക്തമാക്കി. കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളുടെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിനെ തുടർന്നാണ് കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. 1 വർഷക്കാലത്തേക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കർശന നിർദ്ദേശവും ഉത്തരവിലുണ്ട്. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും ആക്രമണ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായിട്ടാണ് നടപടി സ്വീകരിച്ചതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. BMS നേതാവിനെ വീട്ടിൽ കയറി അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് തടവും പിഴയും. BMS മേഖലാ സെക്രട്ടറിയെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് CPM പ്രവർത്തകരായ 5 പ്രതികളെ വിചാരണ കോടതി വിവിധ വകുപ്പുകൾക്ക് പ്രകാരം 14 വർഷം തടവിനും 2,55,000 രൂപ വീതം പിഴയടയ്ക്കാനും 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് J. വിമൽ ശിക്ഷിച്ചത്. എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പിലെ തപസ്സിയിൽ K. രമേശനെയാണ് 5 CPM പ്രവർത്തകർ വീട്ടുമുറ്റത്ത് വെച്ച് മാരകായുധങ്ങളോടെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ചത്. 2016 മെയ് 19 വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. എരഞ്ഞോളി കൊടക്കളം സ്വദേശികളായ PK ഷിബിൻ, പറമ്പത്ത് KP ഷിമിത്ത്, തണ്ടൻകണ്ടി KT ജിമേഷ്, അയനിയാട്ട് P. വിനീഷ്, കക്കോത്ത് K. റിമേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. കേസിൽ അഡീഷണൽ ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ അഡ്വക്കേറ്റ് രേഷ്മ ഹാജരായി. ഡോക്ടർ M. ശിവകുമാർ, ഡോക്ടർ വിനോദ് V. രാജൻ, ഡോക്ടർ പ്രേംനാഥ്, പോലീസ് ഓഫീസർമാരായ KE പ്രേമചന്ദ്രൻ, PM മനോജ്, അരവിന്ദൻ, അമൃത, T. ബിന്ദു തുടങ്ങിയവരാണ് പ്രോസിക്യൂഷൻ സാക്ഷികൾ. പ്രതികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ 7 വർഷമാണ്. മറ്റ് ശിക്ഷകൾ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പിഴ സംഖ്യ അടച്ചാൽ പരിക്കേറ്റ രമേശന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. സ്വകാര്യ വ്യക്തിയുടെ കൂറ്റൻ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പാതിരിയാട് ഊർപ്പള്ളി വേങ്ങാട് റോഡിലെ കോയിലോടാണ് കൂറ്റൻ മതിൽ റോഡിലേക്ക് പതിച്ചത്. അവശേഷിക്കുന്ന ഭാഗം പൊളിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണത്തിലുള്ള കൂറ്റൻ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. പാതിരിയാട് ഊർപ്പള്ളി വേങ്ങാട് റോഡിലെ കോയിലോടാണ് സംഭവം. 6 മീറ്ററോളം ഉയരത്തിൽ കെട്ടിയ മതിൽ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഏത് സമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്കാണ് മതിൽ പൂർണ്ണമായും പതിച്ചത്. സംഭവം നടക്കുമ്പോൾ വാഹനങ്ങൾ ഇല്ലാത്തതിനാലാണ് വൻ ദുരന്തം വഴിമാറിയത്. ചെങ്കല്ലും കോൺക്രീറ്റ് സ്ലാബും റോഡിൽ പതിച്ചതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം മണിക്കൂറുകളോളം മുടങ്ങി. പാനൂർ സ്വദേശിയായ വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മതിൽ പണിയുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ മതിൽ നിർമ്മിക്കുന്നതിനെതിരെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധം കണക്കിലെടുക്കാതെ മതിൽ നിർമ്മാണവുമായി സ്ഥലമുടമ മുന്നോട്ടു പോവുകയാണ് ഉണ്ടായത്. അവശേഷിക്കുന്ന ഭാഗം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. മെക്കാടം റോഡിൽ വീണ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ JCB ഉപയോഗിച്ച് നീക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞിരുന്നു. പിന്നീട് ചർച്ചകൾക്ക് ശേഷമാണ് അവശിഷ്ടം നീക്കിയത്. അവശേഷിക്കുന്ന മതിലിൻ്റെ അപകടാവസ്ഥയിലുള്ള ഭാഗം പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാലത്ത് 6 മണിയോടുകൂടിയാണ് ഇത്രയും വലിയ അകലുള്ള കെട്ട് റോഡിൽ പതിക്കുകയുണ്ടായിട്ടുള്ളത്. നേർക്കുള്ള
ഫൗണ്ടേഷനോ മറ്റ് കാര്യങ്ങളും ഇല്ലാതെ തന്നെയാണ് ഈ വർക്ക് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു മെയിൻ റോഡാണ് ഇത്. വേങ്ങാട് പാതിരിയാട് വഴി പോകുന്ന റോഡാണ് ഈ റോഡ്. കാലത്ത് മദ്രസ കുട്ടികൾ അതുപോലെ തന്നെ രാവിലെയുള്ള പ്രഭാത നടത്തക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഇതുവഴി പോകുന്നതാണ്. ആ നിലയിലാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ആർക്കും തന്നെ ഒരു പരിക്കില്ലാതെ ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കാലത്ത് ജോലിക്ക് പോകുന്ന ഒരാളാണ് രാവിലെ തന്നെ ഈ അപകടം കണ്ടിട്ടുള്ളത്. അയാൾ തന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികളെല്ലാം അങ്ങോട്ട് മദ്രസയിലാക്കുകയും അതുപോലെ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്യുകയും അടുത്തുള്ള ആളുകളെ വിളിക്കുക കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്നതാണ് പറയാനുള്ളത്. അതുപോലെ ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഘടകിൻ്റെ പണി എടുക്കുന്നത് തന്നെ നല്ല നിലയിലുള്ള ഫൗണ്ടേഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെ അനുമതിയോടുകൂടിയേ ഇനി പണിയെടുക്കാൻ പറ്റൂ എന്നുള്ള നിലക്കാണ് നാട്ടുകാരുടെ അഭിപ്രായം. മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാലക്ഷ്മി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ ഷബിന, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെയാണ് മതിൽ നിർമ്മിച്ചതെന്നും നിബന്ധനകൾ പാലിച്ച് മാത്രമേ ഇനി മതിൽ കെട്ടാൻ അനുവാദം നൽകുകയുള്ളൂവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാലക്ഷ്മി പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ മഴയിൽ ഫ്ളാറ്റിന്റെ മതിൽ ഇടിഞ്ഞു വീണു. ചിറക്കര മോറക്കുന്ന് വാട്ടർ അതോറിറ്റി ഓഫീസിന് സമീപത്തെ മോറ ഹിൽസിന്റെ മതിലാണ് മഴയിൽ മണ്ണിളകി വീണത്. അപകടം പുലർച്ചെയായതിനാൽ ആളപായം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ കല്ലുകൊണ്ട് കെട്ടിയ മതിൽ ഭാഗികമായി വീണ സ്ഥലത്താണ് വീണ്ടും അപകടമുണ്ടായത്. മതിലിൻ്റെ കല്ലും മണ്ണുമിളകി റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ഡോക്ടർമാരും ബിസിനസ്സുകാരും താമസിക്കുന്ന വില്ലയാണിത്. മോറക്കുന്നിൽ നിന്നും എരഞ്ഞോളിപ്പാലത്തിലേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി കൂടിയാണിത്. മണ്ണിളകി റോഡിലേക്ക് പതിച്ചതിനാൽ ഇതുവഴിയുള്ള യാത്ര ഏറെ നേരം ദുഷ്കരമായി. വില്ലയിലുള്ളവർ മണ്ണ് നീക്കാൻ സംവിധാനങ്ങൾ ഒരുക്കി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം, ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 96568138334 8590312944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പന്ന്യന്നൂർ മേഖലയിലെ സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന സാഹിത്യകാരൻ പന്ന്യന്നൂർ ഭാസിക്ക് ജന്മനാട് കണ്ണീരോടെ വിടചൊല്ലി. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. KP ഭാസ്കരൻ എന്ന പേരിനെ നാടിനോടൊപ്പം ചേർത്ത് പന്ന്യന്നൂർ ഭാസി എന്ന തൂലികാനാമം സ്വീകരിച്ച അദ്ദേഹം
8.5 ദശാബ്ദക്കാലമായി സാഹിത്യലോകത്ത് നിറഞ്ഞുനിന്ന സജീവ സാന്നിധ്യമായിരുന്നു. കല, സാഹിത്യം, നാടകം, സർവീസ്, രാഷ്ട്രീയം, ഗ്രന്ഥശാല പ്രസ്ഥാനം തുടങ്ങി നാടിൻ്റെ വിവിധ മേഖലകളിൽ ചെറുപ്പം മുതൽ സജീവമായി ഇടപെട്ട അദ്ദേഹം പന്ന്യന്നൂരിൻ്റെ സാംസ്കാരിക മുഖമായി തന്നെ മാറിയിരുന്നു. നോവൽ, ബാലസാഹിത്യം, സർവീസ് സ്റ്റോറി തുടങ്ങിയ വിവിധ വിഷയങ്ങളിലായി 25 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. നിരവധി റേഡിയോ നാടകങ്ങളുടെയും സ്രഷ്ടാവായിരുന്നു. ആനുകൂലിക പ്രസിദ്ധീകരണങ്ങളിലും സ്ഥിര സാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ വായനക്കാരുടെ ശ്രദ്ധ നേടിയിരുന്നു. ഭാസിയുടെ ശ്രദ്ധേയ കൃതികളിലൊന്നായ വാഗ്ഭടാനന്ദ ഗുരുവിൻ്റെ ജീവിതകഥ 1ാം വർഷ BCom വിദ്യാർത്ഥികൾക്കായുള്ള മലയാള സാഹിത്യവിചാരം എന്ന പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. സ്വാതന്ത്ര്യ സമരസേനാനി രക്തസാക്ഷി മൊയ്യാരത്ത് ശങ്കരൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച സ്വാതന്ത്ര്യം മോഹിച്ച സമരസേനാനിയാണ് അദ്ദേഹത്തിൻ്റെ 25ാമത്തെയും അവസാനമായും പ്രസിദ്ധീകരിച്ച കൃതി. പുതിയൊരു പുസ്തകത്തിൻ്റെ രചനയിൽ മുഴുകിക്കൊണ്ടിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചത്. 2025 തിരുവനന്തപുരം കൈരളി സേവക് സമാജ് ഏർപ്പെടുത്തിയ വാഗ്ഭടാനന്ദ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. പന്ന്യന്നൂർ PTK അനന്തൻ മെമ്മോറിയൽ വായനശാലയുടെ തുടക്കം മുതൽ സജീവ പ്രവർത്തകനായിരുന്ന ഭാസി രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരുമായും അടുത്ത ബന്ധം പുലർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്തരിച്ച CPM നേതാക്കളായ കോടിയേരി ബാലകൃഷ്ണൻ, E. നാരായണൻ എന്നിവരുമായി അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ടായിരുന്നു. സ്പീക്കർ AN ഷംസീർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ, നേതാക്കളായ P. ഹരീന്ദ്രൻ, MC പവിത്രൻ, K. കുഞ്ഞബ്ദുള്ള, CK രമേശൻ, നിയുക്ത MLA PK പ്രവീൺ, കോൺഗ്രസ് നേതാക്കളായ VA നാരായണൻ, സജീവ് മാറോളി, K. അരവിന്ദാക്ഷൻ, K. രമേശൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടുവളപ്പിൽ ചേർന്ന അനുശോചന യോഗത്തിൽ AK. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നോയ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മൊകേരി, CPM പന്ന്യന്നൂർ ലോക്കൽ സെക്രട്ടറി VM ബാബു മാസ്റ്റർ, വാർഡ് അംഗം ലീന, അഡ്വക്കേറ്റ് K. ഗോപാലൻ, TTK ശശി, രാജേന്ദ്രൻ തായാട്ട്, KM രാജൻ, PP സുരേന്ദ്രൻ, KK രാജീവൻ, VP നാണു, ചാലക്കര പുരുഷു, N. പവിത്രൻ, MK റഫീഖ്, സത്യൻ എന്നിവർ സംസാരിച്ചു. KP അച്യുതൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു കാലഘട്ടത്തിൽ പന്ന്യന്നൂരിലെ സാംസ്കാരിക പ്രവർത്തനത്തിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഭാസ്കരാട്ടൻ്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. PTK അനന്തൻ വായനശാലയുടെ പ്രധാന ഭാരവാഹി എന്ന നിലയിൽ ഇന്നത്തെ നിലയിലേക്ക് ആ വായനശാലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വർഗീയവാദികൾ ആ വായനശാല തകർത്ത സന്ദർഭത്തിൽ നാട്ടിലുള്ള ജനങ്ങളെയാകെ സംഘടിപ്പിച്ച് അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാ നിലയിലും പങ്കാളിയായിട്ടുള്ള, ആ നിലയിൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം സന്നദ്ധതയോടുകൂടി നടപ്പാക്കുക എന്ന ആർജവം കാണിച്ചിട്ടുള്ള ഭാസ്കരാട്ടൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളോടൊപ്പം പഴയ കാലത്ത് തലശ്ശേരിയിൽ മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവായിരുന്നു BP അബൂബക്കർ എന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KL ലത്തീഫ്. തലശ്ശേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച BP അബൂബക്കർ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BP അബൂബക്കർ ഒരു കാലത്ത് തലശ്ശേരിയിൽ മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് KL ലത്തീഫ് പറഞ്ഞു. പറഞ്ഞതുപോലെ ഒരുപക്ഷെ പുതിയ തലമുറക്ക് ഒരു പാഠപുസ്തകമാക്കി കാണിച്ചു കൊടുക്കേണ്ട ഒരു മഹത് വ്യക്തിത്വമാണ് BP. അത് പ്രവർത്തകരുടെ എണ്ണം കൊണ്ടോ അണികളുടെ അംഗബലം കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനം കൊണ്ടോ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഓരോ നിൽക്കുന്നതിനപ്പുറത്ത് നയത്തിൻ്റെയും നയപരിപാടികളുടെയും പേരിൽ ഒരുപാട് പ്രയാസം നേരിടേണ്ടി വന്നു. CKP മമ്മു അധ്യക്ഷത വഹിച്ചു. N. മൂസ, സഹീർ പാലക്കൽ, AK സക്കരിയ, അൻവർ അഹമ്മദ്, KC ഷബീർ, തഫ്ലീം മാണിയാട്ട്, EK ജലാലു, COT ഫൈസൽ, അഫ്സൽ മട്ടാമ്പ്രം, റമീസ് നരസിംഹ, AP റഹീം, KB മജീദ്, കുന്തിരിക്കൽ ഖാലിദ്, AP അഫ്സൽ, ഗഫൂർ തച്ചറക്കൽ, ചേരിക്കൽ ഫസൽ എന്നിവർ സംസാരിച്ചു.
അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ ഭാഗമായി കോടിയേരി മലബാർ ക്യാൻസർ സെന്റർ ഓങ്കോളജി നഴ്സിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജനകീയ ആരോഗ്യ ബോധവൽക്കരണ വാരാഘോഷം ആരംഭിച്ചു. തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ മലബാർ ക്യാൻസർ സെന്റർ വിജിലൻസ് ഓഫീസർ PK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ക്യാൻസർ സെന്റർ വിജിലൻസ് ഓഫീസർ PK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് സൂപ്രണ്ട് സിന്ധു രാജേഷ് അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന ജീവൻ രക്ഷാ ഉപായങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡെമോൺസ്ട്രേഷൻ ക്ലാസ് സ്റ്റാഫ് നഴ്സ് P ദീപുരാജ് നയിച്ചു. ഹൃദയസ്തംഭനം, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക, വെള്ളത്തിൽ മുങ്ങിപ്പോവുക തുടങ്ങിയ ആകസ്മിക സംഭവങ്ങളിൽ എടുക്കേണ്ട രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. സ്റ്റേഡിയത്തിൽ പ്രഭാത സവാരിക്കും കായിക പരിശീലനത്തിനുമായി എത്തിയവർക്കും ക്ലാസ് പുതിയ അനുഭവമായി. ഈ മാനിക്യൂൻ നമ്മൾ ആക്ച്വലി ഹ്യൂമൻ അനാറ്റമിക്കൽ സ്ട്രക്ചർ പോലെ എടുത്ത് കൊണ്ടുവന്ന് ചെയ്യിക്കാൻ നമ്മളെ കാണിക്കാൻ വേണ്ടിയുള്ള ഇതാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരാൾ അൺറെസ്പോൺസീവായി നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, സീൻ സേഫ് ആണോ എന്ന് നോക്കാൻ നോക്കുക. സോ സീൻ സേഫ് ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ദ റെസ്പോൺസ്. NR സിന്ധു സ്വാഗതവും CK ഫൈസൽ നന്ദിയും പറഞ്ഞു. മലബാർ ക്യാൻസർ സെന്ററിലെ നഴ്സുമാരായ സ്മിത ഗ്രേസ്, ശ്രീലത, മായ, ഷീജ, സുനിത, ജെമി, വൈഷ്ണവി, ഫാത്തിമ, അബിന, അഞ്ജന എന്നിവർ നേതൃത്വം നൽകി. പാനൂർ നജാത്തുൽ ഇസ്ലാം നഴ്സറി ആൻഡ് UP സ്കൂൾ ആദരായനം സംഘടിപ്പിച്ചു. മദ്രസ പൊതുപരീക്ഷയിൽ വിജയിച്ചവർക്കാണ് അനുമോദനം നൽകിയത്. പോലീസ് ഓഫീസർ രംഗീഷ് കടവത്തിന്റെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PK ഷാഹുൽ ഹമീദ് ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു. വിദ്യാഭ്യാസം ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എൻ്റെ മോൻ അവൻ എഞ്ചിനീയർ ആവണം, അവൻ ഡോക്ടർ ആവണം, അവൻ ഭാവിയിൽ വലിയ പ്രതീക്ഷകൾക്ക് ഉടമയായി മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ പഠനത്തോടൊപ്പം ആ റിസൾട്ട് തിരിച്ചു കിട്ടുന്നതിന് പകരം അവർ നമുക്ക് വലിയ ശാപമായി മാറുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോയാൽ പിന്നീട് നമ്മൾ ഈ ലോകത്ത് എന്ത് നേടിയിട്ടും കാര്യമില്ല. ആ ബോധമുണ്ടാക്കിയെടുക്കുന്നതിനാണ് മതമൗലിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു കേന്ദ്രം ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്നത്. നജാത്തിന്റെ സന്തതികളായി ഈ 10-40 വർഷക്കാലത്തിനിടയിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ പൊതുരംഗത്തുണ്ട്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെയൊക്കെ വാർത്തെടുക്കാൻ നമുക്ക് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ നേരത്തെ നമ്മൾ കാണാറ് ഏതെങ്കിലും കണ്ണൂടെ ഇങ്ങനെ കണ്ണു പിടിച്ച് പാട്ടം പാടിപ്പോകുന്ന ചിത്രം പഴയ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കാണാം. അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടോ? പാനൂർ ജുമാ മസ്ജിദ് മുദരിസ് N മുഹമ്മദ് ഫൈസി ഇർഫാനി പ്രാർത്ഥന ചൊല്ലി. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് TK അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. T മുഹമ്മദ് ഹനീഫ്, VV മുസ്തഫ ഹാജി, T റഷീദ്, KP മഹമ്മൂദ് എന്നിവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നടത്തി. ഫിഫ്ത്ത് എയിലെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നീങ്ങുകയാണ്. നജാത്തിന് അഭിമാനം ഒരു പ്രത്യേക മേൽനോട്ടം നോക്കുകയും നിങ്ങൾ നേടിയതും G അലി, PTA പ്രസിഡന്റ് PK റഫീഖ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ AK അബ്ദുൽ ലത്തീഫ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ജിഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് പോലീസ് ഓഫീസർ രംഗീഷ് കടവത്ത് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കേരളത്തിൽ പുതുതായി വന്ന DGP ശ്രീ റവജ ചന്ദ്രശേഖർ IPS അവർ അദ്ദേഹം ഇന്റലിജൻസ് ബ്യൂറോ നടത്തി. അദ്ദേഹം കേരളത്തിലെ രക്ഷാകർത്താക്കളോട് പറഞ്ഞൊരു വർത്തമാനം ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ രക്ഷാകർത്താക്കളോട് പറഞ്ഞു, പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, നിങ്ങൾ മക്കളെ നല്ലോണം നോക്കണം. കേരളത്തിൽ ഡ്രഗ് ടെററിസം നടപ്പിലാവുന്നുണ്ട്. ഏത് ടെററിസം? ഡ്രഗ് ടെററിസം, അതായത് ഭീകരവാദം ലഹരിയിലൂടെ കേരളത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ആ ടെററിസത്തിൽ ബലിയാടാക്കപ്പെടുന്നത് കേരളത്തിലെ പ്രിയപ്പെട്ട പിഞ്ചു മക്കളാണ് പോലും. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള മക്കളെയാണ് പോലും ലഹരി മാഫിയ ഇതിനടിമപ്പെടുന്നത്. ലഹരി മാഫിയ അടിമപ്പെടുത്താൻ എന്താ ഗുണം? കേരളത്തിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല, കേരളത്തിൽ മതവും ഉണ്ടാവില്ല, കേരളത്തിൽ സംഘടന ഉണ്ടാവില്ല. കാരണം ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യൻ എന്ത് കുലം, എന്ത് തറവാട്, എന്ത് നാട്, എന്ത് ബാപ്പ, എന്ത് ഉമ്മ,
ശരിയാണോ തെറ്റാണോ? അങ്ങനെ ലഹരിയിലേക്ക് പോവാതിരിക്കാനാണ് രക്ഷാകർത്താക്കളോട് പറയുന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദിവസവും നിരീക്ഷിക്കണം, അവരെ സ്വതന്ത്രമായി തുറന്നു വിടരുത്, അവരുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കണം, അതിനൊന്നും ഒരു തർക്കമില്ല. പക്ഷെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പാടില്ല എന്ന് മക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന രക്ഷാകർത്താക്കളായി മാറണം. അല്ലാണ്ട് ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സാധനം കുട്ടിക്കനുസരിച്ച് തുള്ളുന്ന കോമാളിയായി മാറരുത്. പല രക്ഷാകർത്താക്കൾ അങ്ങനെയാ, ഓക്കല്ലേ ബുദ്ധി, ഓനല്ലേ ബുദ്ധി, ഉമ്മക്കെന്ത് ബുദ്ധി എന്നല്ല, എന്ത് ബുദ്ധി ഉണ്ടെങ്കിലും ബുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾ ആരാണ്? പാരൻസാണ്. അഴീക്കോട് UDF സ്ഥാനാർത്ഥിയായിരുന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ജാള്യത മറയ്ക്കുവാനാണെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലീഗിലെ ഭിന്നതയാണ് പരാജയത്തിന് കാരണമെന്നും രാഷ്ട്രീയ എതിരാളികളെ തീവ്രവാദികളെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും ബഷീർ പറഞ്ഞു. നേരത്തെയും ഇത്തരം പ്രചരണം മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട്. കേരളം മുഴുവൻ UDF തരംഗമുണ്ടായിട്ടും അഴീക്കോടും കൂത്തുപറമ്പും തോറ്റത് എങ്ങനെയാണെന്ന് ലീഗ് നേതൃത്വം പരിശോധിക്കണമെന്നും ബഷീർ കണ്ണാടിപ്പറമ്പ് പറഞ്ഞു. ഇതൊരു ജനാധിപത്യ രീതിയല്ല, ഇത് ഇസ്ലാമിക് ഫോബിയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വടി മുസ്ലിം ലീഗ് കൊടുത്തോണ്ടിരിക്കുകയാണ്. SDPI ചാപ്പ കുത്തി, തീവ്രവാദം കുത്തി കുറെ കാലങ്ങളായി കരീം ചേലേരി ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കരീം ചേലേരിയെ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനങ്ങൾ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ എത്രയധികം ആളുകൾ ബോംബ് പൊട്ടി മരിച്ചിട്ടുണ്ട്, എത്ര സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, എത്ര സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് ഇത്ര വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ SDPI വെല്ലുവിളിക്കുകയാണ്. SDPI നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്താണ്? നമ്മൾ കൃത്യമായി ജനാധിപത്യ രീതിയിൽ കൃത്യമായി ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SDPI. ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ നാനാർത്ത്, അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള നാറാത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാനൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് സ്വയം തൊഴിലിന് ഇരുചക്ര വാഹനം വിതരണം ചെയ്തു. നഗരസഭാ ഓഫീസിന് സമീപം നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ TM ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ സ്വയം തൊഴിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. മുനിസിപ്പാലിറ്റിയിലെ സ്ത്രീ ശിശു സൗഹൃദ മുനിസിപ്പാലിറ്റിയാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടനുബന്ധിച്ച് തന്നെയാണ് നമ്മുടെ ഈ വനിതകൾക്ക് നമ്മുടെ സമൂഹത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് പല മേഖലകളിലും തിളങ്ങുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സഹോദരിമാർ. അപ്പോൾ അവരുടെ ക്ഷേമത്തിനും അവരെ സ്വയം പര്യാപ്തത കൈവരിക്കാനും അവരെ സ്വയം തൊഴിലിനും ഒരു സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാ തരത്തിലും ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുചക്ര വാഹനം അവർക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ അവരുടെ തൊഴിലിനും അതുപോലെ തന്നെ സമൂഹവുമായുള്ള ഇടപെടലിനും ഒരുപാട് സഹായകരമാകും. അത് ഒരു മുതൽക്കൂട്ടാണ്. അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് ഇനിയും മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വൈസ് ചെയർമാൻ TM ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ MTK ബാബു, സുരേന്ദ്രൻ, CDS ചെയർപേഴ്സൺ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഹൈൽ മേക്കുന്ന് സ്വാഗതവും SC പ്രൊമോട്ടർ ആതിര നന്ദിയും പറഞ്ഞു. 5 ഇരുചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. ഒരിടവേള കൂടി. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, ലീഡിംഗ് CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK in-store Chokli Mahi.
The biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പാനൂർ ലയൺസ് ക്ലബിന്റെ 36ാമത് ചാർട്ടർ ദിനവും ഗവർണറുടെ ഔദ്യോഗിക ക്ലബ് സന്ദർശനവും നടന്നു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി ലയൺസ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത മുഖ്യാതിഥിയായി. Your guidance is always appreciated, and I was overwhelmed. My joy and my emotion, always serious my joy and my emotion knows no bounds. Our board meeting when I found that this year I don't have the required full MJF from Panur, then just on one request, put a request letter. 4 people, they immediately agreed, and that is Sridhar at $200, Rajan Nair sir $200, Varki sir $200, and our treasurer Jayesh. So $200, each person on the spot agreed. So I can say our respect to the district governor is something which I truly cherish. I thank each one of you, and I add Mohandas, because Mohandas in the year beginning, he had added $300, he had taken a full MJF. So thanks to each one of you for your generous gesture. ക്ലബ്ബ് പ്രസിഡന്റ് സൂരജ് ധർമാലയം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് നിഷാന്ത് KJ ക്ലബിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫസ്റ്റ് ലേഡി റീജ ഗുപ്ത, GMT കോർഡിനേറ്റർ ബിജോയ് S, റീജിയണൽ ചെയർപേഴ്സൺ സജീവ് മാണിയത്ത്, സോണൽ ചെയർപേഴ്സൺ പവിത്രൻ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KP ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചാർട്ടർ അംഗങ്ങളായ T കൃഷ്ണൻ, E സുകുമാരൻ എന്നിവരെ ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ആദരിച്ചു. ക്ലബിൽ 35 വർഷം പൂർത്തിയാക്കിയ രവീന്ദ്രൻ, രാജനമ്പ്യാർ, ദാമോദരൻ കുന്നോത്ത്
എന്നിവരെയും 30 വർഷം പൂർത്തിയാക്കിയ ജയദേവൻ മാസ്റ്ററെയും 25 വർഷം പൂർത്തിയാക്കിയ ദിനേശൻ മാസ്റ്ററെയും ഗവർണർ ആദരിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഗീതാ കൊമേരി ഗവർണറെ പരിചയപ്പെടുത്തി. വർക്കി ചെറിയാൻ, ശോഭന ജയചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ചടങ്ങിന് PP ശ്രീധരൻ സ്വാഗതവും ക്ലബ്ബ് ട്രഷറർ P ജയേഷ് നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ പാനൂരിൽ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നേതാക്കളും പ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. വി സുരേന്ദ്രൻ മാസ്റ്റർ, KP സാജു, PK ഷാഹുൽ ഹമീദ്, കാട്ടൂർ മഹമ്മൂദ്, ഹരിദാസ് മൊഗേരി, K രമേശൻ, GT രാജൻ മാസ്റ്റർ, ചിറ്റുളി യൂസഫ് ഹാജി, റിയാസ് നെച്ചോളി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാർക്കിൻസൺസ് രോഗചികിത്സയിലെയും ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ മേഖലയിലെയും നൂതന മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്ന നാഷണൽ മീറ്റിംഗ് ഓഫ് ന്യൂറോ ആൻഡ് DBS അലയൻസ് ഇന്ത്യയുടെ ആദ്യ സമ്മേളനം കണ്ണൂരിൽ നടന്നു. കണ്ണൂർ പുതിയ തെരുവിലെ മാഗ്നറ്റ് ഹോട്ടലിൽ നടന്ന സമ്മേളനം കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മലബാർ ഫൗണ്ടേഷൻ ഓഫ് ന്യൂറോ ആൻഡ് കാർഡിയാക് കെയർ ആണ് സംഘടിപ്പിച്ചത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ നോർത്ത് കേരള ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടയാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. Today's conference is an important platform for knowledge sharing, collaboration and advancing the science of neuro and DBS care in India. I am confident that discussions and deliberations here will be contributing significantly to improve patients' outcome and shaping the future of neurological care, especially movement disorder. With great pride and honor, I now formally inaugurate this first national meeting of Neuro and DBS Alliance India. I wish the conference all the success and hope that each one of you has a productive and enriching experience. ഈ മേഖലയിലെ വിദഗ്ധരുമായി ചേർന്ന് സമഗ്രമായ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സാ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ടുതന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ മികച്ച ചികിത്സ നൽകുവാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് കഴിയുന്നു എന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാനും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രി പാർക്കിൻസൺസ് ആൻഡ് മൂവ്മെൻറ്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സുജിത്ത് ഓവലത്ത് സ്വാഗതം പറഞ്ഞു. ബാംഗ്ലൂർ ആസ്റ്റർ ആശുപത്രിയിലെ ഡോക്ടർ രവി ഗോപാൽ വർമ്മ, കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർ അശോക് പിള്ള, ബാംഗ്ലൂർ നിംഹാൻസിലെ ഡോക്ടർ രവി യാദവ് എന്നിവർ സംസാരിച്ചു. ഹൈദരാബാദ് യശോദ ആശുപത്രിയിലെ ഡോക്ടർ രാജേഷ് അലുഗോലു നന്ദി പറഞ്ഞു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ന്യൂറോളജിസ്റ്റുകളും ഗവേഷകരും പങ്കെടുത്ത സമ്മേളനത്തിൽ DBS തെറാപ്പിയുടെ പരിണാമം, അഡാപ്റ്റീവ് DBS ചികിത്സാരീതിയുടെ ഭാവി സാധ്യതകൾ, പാർക്കിൻസൺസ് ചികിത്സ, രോഗനിർണയത്തിലെ പുരോഗതികൾ, മെഡിക്കൽ മാനേജ്മെൻറ്റ്, അപ്പോമോർഫിൻ പമ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടാതെ നൂതന തെറാപ്പികളായ
സ്പൈനൽ കോർഡ് സ്റ്റിമുലേഷൻ, ബോട്ടുലിനം ടോക്സിൻ തെറാപ്പി, ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് എന്നിവയിലെ ചികിത്സാ രീതികൾ തുടങ്ങിയവയെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന നാഡീസംബന്ധമായ അസുഖങ്ങളെ പ്രതിരോധിക്കുക, ഈ മേഖലയിലെ അത്യാധുനിക ചികിത്സാ രീതികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ഈ ദേശീയ സമ്മേളനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. DBS തെറാപ്പി, കഴിഞ്ഞ കാലം, വർത്തമാനം, ഭാവി എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചകൾ സമ്മേളനത്തിൻ്റെ പ്രധാന ആകർഷണമായി. ഈ മേഖലയിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ നടന്നത്. കൂടാതെ പ്രത്യേക ഇൻറ്ററാക്റ്റീവ് സെഷനും ചർച്ചയുടെ ഭാഗമായി നടന്നു. കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ GBS സ്പെഷ്യലിസ്റ്റും ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ സുജിത് ഓവലത്ത്, GBS സ്പെഷ്യലിസ്റ്റും ന്യൂറോ സർജനുമായ ഡോക്ടർ KT സുഹാസ് എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. തൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് ഉത്തമ മാതൃക കാട്ടിയ O. ഖാലിദിൻ്റെ 32ാം അനുസ്മരണ സമ്മേളനം മെയ് 8 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ നടക്കും. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF സർക്കിൾ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചൊക്ലിയിൽ വെച്ചാണ് അനുസ്മരണ സമ്മേളനം നടക്കുകയെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവിതം കൊണ്ട് മറ്റു അനേക ജനങ്ങൾക്ക് പാഠമാവുകയും ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുകയും ജീവിക്കുകയും അനേകം പേർക്ക് മാതൃകയാവുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് O. ഖാലിദ് സാഹിബ്. മെയ് 8 വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ചൊക്ലി കണ്ണോത്ത് ജുമാ മസ്ജിദിൽ സിയാറത്തിന് SYS കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി റാഷിദ് ബുഖാരി നേതൃത്വം നൽകും. മെയ് 9 ശനിയാഴ്ച യൂണിറ്റുകളിൽ അനുസ്മരണവും കുടുംബ സദസ്സും നടക്കും. മെയ് 10 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് പ്രവർത്തക പഠന ക്യാമ്പ് കുറ്റിയിൽ പീടിക താജുൽ ഉലമ സുന്നി സെൻറ്ററിൽ വെച്ച് നടക്കും. SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഷീദ് നരിക്കോട് നേതൃത്വം നൽകും. കേരള മുസ്ലിം ജമാഅത്ത് പെരിങ്ങത്തൂർ സോൺ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘ ചെയർമാൻ മുജീബ് ചൊക്ലി അധ്യക്ഷത വഹിക്കും. അബ്ദുൾ റഹീം മുസ്ലിയാർ, റമീസ് പാറമൽ, അഷ്റഫ് EM, മഹ്റൂഫ് കൊളപ്പയിൽ, ആദിൽ സക്കാഫി, ഫാഹിദ് കുറ്റിയിൽ തുടങ്ങിയവർ സംബന്ധിക്കും. മെയ് 11 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ചൊക്ലി മുബാറക് മസ്ജിദിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ പൊതുസമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സക്കാഫി ചൊക്ലി ഉദ്ഘാടനം ചെയ്യും. ഇസ്ലാമിക് സർവീസ് ട്രസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റ് താജുദ്ദീൻ ഹാജി അധ്യക്ഷത വഹിക്കും. നൗഫൽ സക്കാഫി കളസ അനുസ്മരണ പ്രഭാഷണം നടത്തും. സമാപന പ്രാർത്ഥനയ്ക്ക് ഖാസി അബ്ദുഷുക്കൂർ മുസലിയാർ നേതൃത്വം നൽകും. അബ്ദുൾ റഷീദ് സക്കാഫി, ഷംസുദ്ദീൻ സക്കാഫി, സിദ്ദിഖ് മാഞ്ചക്കൽ, റമീസ് പറമ്പത്ത് തുടങ്ങിയവർ സംബന്ധിക്കും. സ്വാഗത സംഘം കൺവീനർ സഅദ് സുറൈജി നന്ദി പറയും. മെയ് 8 വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ചൊക്ലി കണ്ണോത്ത് ജുമാഅത്ത് മസ്ജിദിൽ സിയാറത്ത് SYS കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി റാഷിദ് ബുഖാരി നേതൃത്വം നൽകും. മെയ് 9 ശനിയാഴ്ച യൂണിറ്റുകളിൽ അനുസ്മരണവും കുടുംബ സദസ്സുകളും നടക്കും. മെയ് 10 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് പ്രവർത്തക പഠന ക്യാമ്പ് കുറ്റിയിൽ പീടിക താജുൽ ഉലമ സുന്നി സെന്ററിൽ വെച്ച് നടക്കും. SYS സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് മാസ്റ്റർ നരിക്കോട് നേതൃത്വം നൽകും. കേരള മുസ്ലിം ജമാഅത്ത് പെരിങ്ങത്തൂർ സോൺ പ്രസിഡന്റ് അബ്ദുൽ മജീദ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ താജുദ്ദീൻ ഹാജി, മുജീബ് ചൊക്ലി, സഅദ് സുറൈജി, ആദിൽ സക്കാഫി, ഫാഹിദ് ചൊക്ലി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാനൂരിനടുത്ത് പാറാട് CPM പ്രവർത്തകരെ കാപ്പ ചുമത്തി നാടുകടത്തി. 1 വർഷത്തേക്ക് നാടുകടത്തിയത് പാറാട് സ്വദേശികളായ കുഞ്ഞിപ്പറമ്പത്ത് സച്ചിൻ, പടിഞ്ഞാറയിൽ അനുവിൻ എന്നിവരെ. BMS നേതാവിന് വീട്ടിൽ കയറി അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 CPM പ്രവർത്തകർക്ക് തടവും പിഴയും. വിവിധ വകുപ്പുകൾ പ്രകാരം 14 വർഷം തടവിനും 2,55,000 രൂപ വീതം പിഴ അടയ്ക്കാനും വിധി. കനത്ത മഴയിൽ തലശ്ശേരി കൂത്തപ്പറമ്പ് മേഖലകളിൽ നാശം. പാതിരിയാട് സ്വകാര്യ വ്യക്തിയുടെ കൂറ്റൻ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. തലശ്ശേരിയിൽ ഫ്ളാറ്റിന്റെ മതിൽ ഇടിഞ്ഞു വീണു. സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന സാഹിത്യകാരൻ പന്ന്യന്നൂർ ഭാസിക്ക് കണ്ണീരോടെ വിട. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.